ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു 5.1 ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റും 5 ചാനൽ ആംപ്ലിഫയർ സെപ്പറേറ്റും ആയിട്ടാണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്തിട്ടുള്ളത്. ഇത് ഡോൾബി DTS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഈ ഒരു ആംപ്ലിഫയർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് G-Techൻ്റെ ഡീകോഡറാണ് ഈ ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ G-Techൻ്റെ ക്യാബിനും ആണ് ഈ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് വരുന്നത് നമുക്ക് 5 ചാനൽ ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് വരുന്നത് ഒരു ചാനലിൽ 80 വാട്ട്സ് വെച്ചിട്ടാണ് വരിക. അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ ആംപ്ലിഫയറിൻ്റെ വാട്ട്സ് വരുന്നത് നമുക്ക് 300 വാട്ട്സ് RMS ആണ് വരുന്നത്. നമുക്ക് JBLൻ്റെ സബ് വൂഫർ, ഇൻഫിനിറ്റീൻ്റെ സബ് വൂഫറൊക്കെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. 300 വാട്ട്സിൻ്റെ ഏത് സബ് വൂഫറും നമുക്കിതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനതിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തന്ന ആ ഒരു സബ് വൂഫർ സോണീൻ്റെ സബ് വൂഫറാണ്. അത് 420 വാട്ട്സ് RMS വരുന്ന സബ് വൂഫറാണത്. അപ്പോൾ അത് ഞാനിവിടെ ഉപയോഗിക്കുന്ന അതാണ്. JBLൻ്റെ ഇവിടെ ഇല്ല, അത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡ് നമുക്ക് വരുന്നത് 52001943 വരുന്ന 5 ചാനൽ ബോർഡും അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെതും അതുപോലെ തന്നെ 52001943 വരുന്ന സബ് വൂഫർ ബോർഡാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു ആമ്പ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ സെപ്പറേറ്റും അതുപോലെ തന്നെ ആമ്പ് സെപ്പറേറ്റും ആയിട്ട്, മെയിൻ ആമ്പ് 5 ചാനൽ ആമ്പ് സെപ്പറേറ്റും ആയിട്ടുള്ളത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 6 ചാനലിനും VO മീറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2 ചാനലിനാണ് ഇതിൽ VO മീറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു മൂവി ഡോൾബി വർക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ്. അത് ഡോൾബി 5.1 എന്ന് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആംപ്ലിഫയറിലും ഫ്രണ്ട് പാനലിൽ ആ ഡോൾബി എന്നുള്ള ആ ഒരു എംബ്ലം തെളിയും. അതുപോലെ തന്നെ DTS ഒരു മൂവിയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ DTS എന്ന് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് പാനലിൽ എഴുതി കാണിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഡോൾബീൻ്റെ ആ ഒരു ഫോർമാറ്റ് ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഡോൾബീൻ്റെ എംബ്ലം ഇതിൽ കറക്റ്റായിട്ട് ഈ ഫ്രണ്ട് പാനലിൽ കാണിക്കുന്നുണ്ട്. ആ എംബ്ലം തെളിയുന്നുണ്ട്. അതുപോലെ തന്നെ DTS തന്നെ അവിടെ എഴുതി കാണിക്കും. അപ്പോൾ DTSൻ്റെ ഒരു ഫോർമാറ്റ് എൻ്റെ TVയിൽ സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാനിതിൽ അത് കാണിച്ചു തരാത്തത്. ഇതൊരു 5.1 ആംപ്ലിഫയർ ആണ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഈ കമ്പനി ആംപ്ലിഫയറുകൾ, അതായത് പൈനിയർ, ഡെനോൺ, അതുപോലെ യമഹ അതുപോലുള്ള ആംപ്ലിഫയറുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ കമ്പനി ആംപ്ലിഫയറുകളാണ്, അതായത് ബ്രാൻഡഡ് ആംപ്ലിഫയറുകൾ. ഡോൾബി, DTS, അതുപോലത്തെ DTS HD മാസ്റ്റർ ഓഡിയോ അതുപോലുള്ളതൊക്കെ വർക്ക് ചെയ്യുന്ന, ഡോൾബി അറ്റ്മോസ്, DTS X ഒക്കെ വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയറുകൾ, അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ അപ്പം എന്തായാലും ഇത് എത്തില്ല. അതെല്ലാവർക്കും അറിയുന്നവർക്കറിയാം. അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഈ ആംപ്ലിഫയറിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരും.